ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ വേഗം എഴുതിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. A compacted cylindrical specimen 50 mm diameter and 100 mm length is to be prepared from oven dried soil if the specimen is required to have a water content of 15% and percentage of air void is 20%. Calculate mass of the soil and water required for the preparation of sample. Take G is equal to 2.69. A compacted cylindrical specimen 50 mm diameter and 100 mm length is to be prepared from a oven dried soil if the specimen is required to have a water content of 15% and percentage of air void is 20%. Calculate mass of the soil and water required for preparation of the sample. Take G is equal to 2.69. ക്വസ്റ്റ്യൻ എഴുതി കഴിയുമ്പോൾ പറയണേ, എന്നിട്ട് തനിയെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ക്വസ്റ്റ്യൻ എഴുതിയോ? ഓക്കെ. ഒരു സിലിണ്ടറിക്കൽ സ്പെസിമൻ ആണ്. 50 mm ഡയമീറ്ററും 100 mm ലെങ്ത്തിലും ഉള്ള ഒരു സിലിണ്ടറിക്കൽ സ്പെസിമൻ. അങ്ങനെയുള്ള ഒരു സോയിൽ സാമ്പിൾ നമുക്ക് പ്രിപ്പയർ ചെയ്യണം. ഓവൻ ഡ്രൈ സോയിലിൽ നിന്നാണ് നമ്മളത് പ്രിപ്പയർ ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സ്പെസിമൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട വാട്ടർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ 15% ആണ്. അതിനകത്തുള്ള പെർസെൻറ്റേജ് ഓയിഡ്സ് എന്ന് പറയുന്നത് 20% ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര മാസ് സോയിലും എത്ര ml വാട്ടറും നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് ആ പറഞ്ഞ കണ്ടീഷനിൽ ഒരു സാമ്പിൾ പ്രിപ്പയർ ചെയ്യാം? അതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറയാമോ? ഒരു സിലിണ്ടറിക്കൽ സ്പെസിമൻ ആണ്. ഓക്കെ, 50 mm ഡയമീറ്ററും 100 mm ലെങ്ത്തിലുള്ള ഒരു സിലിണ്ടറിക്കൽ സ്പെസിമനിലാണ് നമുക്ക് വേണ്ട സാമ്പിൾ ഉണ്ടാക്കേണ്ടത്. അപ്പം ആ സാമ്പിൾ ഉണ്ടാക്കണം, അങ്ങനെ ഒരു സാമ്പിൾ ഉണ്ടാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ 15% ആണ്. അതിനകത്തെ പെർസെൻറ്റേജ് എയർ വേർഡ്സ് 20% ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര മാസ് സോയിലും എത്ര എമൗണ്ട് വാട്ടറും ആഡ് ചെയ്താൽ നമുക്ക് ഈ പറഞ്ഞ കണ്ടീഷനിൽ സാമ്പിളിനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഉള്ളത് ഡ്രൈ ആയിട്ടുള്ള സാമ്പിളാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എത്ര മാസ് ഓഫ് സോയിലും എത്ര എമൗണ്ട് ഓഫ് വാട്ടറും ആഡ് ചെയ്താൽ ഈ പറഞ്ഞ സ്പെസിമൻ, അതായത് 50 mm ഡയമീറ്ററും 100 mm ലെങ്ത്തിലും ഉള്ള മൗൾഡിൽ നമുക്ക് ആ സാമ്പിളിനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും? വേഗം ആലോചിച്ച് നോക്കി പറ. കുറേ പ്രോബ്ലം ചെയ്തു, 8-9 പ്രോബ്ലത്തോളം ചെയ്തു. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ പറ. സമയം പോണു, വേഗം പറ. സോയിലിന്റെ ഡെൻസിറ്റി അല്ലേ 2.69? എന്തോ ഡെൻസിറ്റി അല്ലേ 2.69? ഡെൻസിറ്റി അല്ല, സ്പെസിഫിക് ഗ്രാവിറ്റി, ക്യാപിറ്റൽ ജി. സോറി, അത് തന്നെയാ ഉദ്ദേശിച്ചത്.
ഹലോ, ഇന്ന് ആൾക്കാരും ഇല്ലേ? കുറവാണോ ഇതിനകത്ത്? 18 പേരോളം ഉണ്ടല്ലോ. ആരും മിണ്ടാത്ത എന്താ? ഹലോ, എന്തെങ്കിലും ഒരു ഐഡിയ പറ. ഇത്രയും പ്രോബ്ലം ചെയ്തില്ലേ? മാസ് ഓഫ് സോൾഡ് കണ്ടുപിടിക്കാലോ ഈ വോളിയത്തിൽ നിന്ന്. വോളിയം അറിയോ? വോളിയം വോളിയം കണ്ടുപിടിക്കും അല്ലേ? വോളിയം 100 mm ലെങ്തും അല്ലേ? വോളിയമായി. ഉം. ഓക്കെ, Clear. അതായത് ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് എന്താണ്? ആ സാമ്പിളിന്റെ വോളിയം എന്ന് പറയുന്ന വോളിയം ഓഫ് സോളിഡ്, വോളിയം ഓഫ് വാട്ടറും വോളിയം ഓഫ് എയറും കൂടെ ഓക്കെ. ടോട്ടൽ വോളിയം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? πr²h. സിലിണ്ടർ ആണ് നമ്മുടെ സ്പെസിമെൻ. അത് വെച്ച് വോളിയം കണ്ടുപിടിക്കാം. അത് മൂന്നും കൂടെ, അത് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഈ വോളിയം ഓഫ് സോളിഡും വാട്ടറും എയറിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി എങ്ങനെ ചെയ്യാൻ പറ്റും? കറക്റ്റ് ആണ്, ഈ ഒരു റിലേഷനിൽ നിന്നാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വോളിയത്തിനെ നമുക്ക് എങ്ങനെ എഴുതാം? വോളിയം എന്ന് പറഞ്ഞാൽ മാസ് ബൈ ഡെൻസിറ്റി ആണല്ലോ. ജനറലി വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ബൈ ഡെൻസിറ്റി ആണ്. ഈ ഡെൻസിറ്റി ആണ്. അപ്പം വോളിയം ഓഫ് സോളിഡ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? മാസ് ഓഫ് സോളിഡ് ബൈ ഡെൻസിറ്റി ഓഫ് സോളിഡ്സ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ms ബൈ g rho w എന്ന് എഴുതാം. സ്പെസിഫിക് ഗ്രാവിറ്റി തന്നേക്കണുണ്ട്. അതുപോലെ തന്നെ പറയാം, എന്നിട്ട് എഴുതിയാൽ മതി. വോളിയം ഓഫ് വാട്ടറിനെ നമുക്ക് എങ്ങനെ എഴുതാം? മാസ് ഓഫ് വാട്ടർ ബൈ ജി വേണ്ടല്ലോ, റോ w എന്ന് എഴുതാം. വോളിയം ഓഫ് വോയിഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അല്ലെങ്കിൽ വോളിയം ഓഫ് എയർ, അതിന് നമുക്ക് എന്ത് കാണുന്നുണ്ട്? പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ് തന്നിട്ടുണ്ട്. അത് NA ആണ്. NA ഇൻറ്റു ടോട്ടൽ വോളിയം ചെയ്താൽ എന്ത് കിട്ടും? പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ് കിട്ടും. ദെൻ ഇത് മൂന്നും റിലേറ്റ് ചെയ്യുക. എന്നിട്ട് കറസ്പോണ്ടിങ് നമ്മൾ മാറ്റിയെടുക്കണം. അപ്പോൾ എഴുതുക. let us assume ms be the mass of solids in kilogram. മാസ് അറിയില്ല, എത്ര മാസ് ഓഫ് സോളിഡ്സ് ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ അത് നമ്മൾ അസ്യൂം ചെയ്യാം. therefore mass of water എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? വാട്ടർ കണ്ടന്റ് ഇൻറ്റു മാസ് ഓഫ് സോളിഡ്സ്. വാട്ടർ കണ്ടന്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.15, 15% ആണ്, അതുകൊണ്ട് 0.15 ms. ഓക്കെ, ഇങ്ങനെ മാസോ വാട്ടറോ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിലെ സോളിഡ്സിൻ്റെ മാസോ എന്താണ് കാണാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതിൽ ഏതെങ്കിലും ഒരു സാധനം നമ്മൾ അസ്യൂം ചെയ്യാം. അസ്യൂം ചെയ്തിട്ട് നമുക്ക് മാറ്റി എഴുതാൻ റിലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിച്ച് നോക്കുക. അങ്ങനെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ദെൻ നെക്സ്റ്റ് താഴെ എഴുതുക. ടോട്ടൽ വോളിയം V is equal to വോളിയം ഓഫ് സോളിഡ്, വോളിയം ഓഫ് വാട്ടർ പ്ലസ് വോളിയം ഓഫ് എയർ ആണ്. ദെൻ വോളിയം ഓഫ് സോളിഡ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സോളിഡ് ബൈ ജി റോ w. ഇതിന് മുകളിൽ ഡെൻസിറ്റി, തൊട്ട് മുന്നേ ഡെൻസിറ്റി റിലേറ്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ അങ്ങനെ എഴുതിക്കോട്ടോ. ഇനി നാളെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് മനസ്സിലാവാനെങ്കിൽ, കുറേ പ്രോബ്ലം ആയതുകൊണ്ട് പിന്നെ മാസ് ms ബൈ റോ s ആണ്. ആ റോ s ആണ് ഇങ്ങനെ ആയത്. റോ s g എന്ന് പറഞ്ഞാൽ എന്താണ്? റോ s ബൈ റോ w ആണ്. അങ്ങനെയാണ് റോ s is equal to g റോ w എന്ന് എഴുതിയത്. ഓക്കെ, ദെൻ മാസ് ms നമ്മൾ അസ്യൂം ചെയ്തേക്കാണ്, അത് നമ്മൾ അറിയില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ജി അറിയാം, ഡെൻസിറ്റി ഓഫ് വാട്ടർ 1000 ആണ്. അടുത്ത വോളിയം ഓഫ് വാട്ടർ ആണ്, മാസ് ഓഫ് വാട്ടർ ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. മാസ് ഓഫ് വാട്ടറിനെ നമുക്ക്
വാട്ടർ കണ്ടൻറ്റ് പെർസെൻറ്റേജിൽ റീപ്ലേസ് ചെയ്തു. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഡിവൈഡ് ബൈ 1000. അപ്പം ഇൻ ടേംസ് ഓഫ് എം എസിൽ ഒരു ആൻസർ കിട്ടും. ദെൻ വോളിയം ഓഫ് എയർ എന്ന് പറഞ്ഞാൽ NA ഇൻറ്റു വി ആണ്. NA നമുക്ക് പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ് തന്നിട്ടുണ്ട്, 20% ആയിരുന്നു. അതുകൊണ്ട് 0.2 ഇൻറ്റു ടോട്ടൽ വോളിയം. ഓക്കെ ആണോ? ഇതുവരെ എഴുതിയോ? ഇല്ല മിസ്സേ. ക്ലിയർ ആണോ പറഞ്ഞത്? ഇത്രേ എഴുതി കഴിയും പറയണേ. ഓക്കെ, എഴുതിയോ? എഴുതി മിസ്സേ. ഓക്കെ, ഇതുവരെ മനസ്സിലായോ? ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ, ഇനി therefore നമുക്ക് ആകെ കണ്ടുപിടിക്കാൻ ഇതിനകത്ത് ഡയറക്റ്റ് ആയിട്ട് പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വോളിയമാണ്. എത്ര വോളിയം സാമ്പിൾ വേണമെന്ന് കണ്ടുപിടിക്കാം. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന സിലിണ്ടറിക്കൽ മൗൾഡിനാണ്. ആ മൗൾഡിന്റെ വോളിയമാണ് നമ്മുടെ സാമ്പിളിന്റെ വോളിയം. അതുകൊണ്ട് ക്യാപിറ്റൽ V നമുക്ക് കണ്ടുപിടിക്കാം πr²h വെച്ചുകൊണ്ട്. അത് 6 റേഡിയസ് ഡയമീറ്റർ തന്നിട്ടുണ്ട്, അതിൻ്റെ സിലിണ്ടറിന്റെ ലെങ്ത്തും തന്നിട്ടുണ്ട്. അതിൽ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് ആദ്യത്തെ ഇക്വേഷൻ വോളിയം V = VS VW VA ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് അത് ഇക്വേഷൻ സോൾവ് ചെയ്ത് മാസ് ഓഫ് സോളിഡ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. വോളിയം മില്ലിമീറ്റർ ക്യൂബിൽ മീറ്റർ ക്യൂബിലേക്ക് മാറ്റണ്ടേ? മീറ്റർ ക്യൂബിലേക്ക് ആക്കണം. കാരണം മുകളിലെല്ലാം നമ്മൾ ചെയ്തേക്കുന്നത് മീറ്റർ ക്യൂബിലാണ്. 10⁻⁹ അല്ല, മൾട്ടിപ്ലൈ സെന്റിമീറ്ററിലല്ലേ? 50 സെന്റിമീറ്ററും മില്ലിമീറ്റർ ആയല്ല തന്നത്. സോറി നോക്കട്ടെ, 50 mm 100 mm ആണ്. മില്ലിമീറ്ററിനെ ആക്കാൻ 10⁻³ അല്ല, ക്യൂബ് ആക്കാൻ വേണ്ടിട്ട് ക്യൂബ് ആൻസറിനെ മാറ്റാനാ ഞാൻ MM³ ചെയ്തേ. അതിനെ ക്യൂബ് ആക്കണം. അപ്പൊ 10⁻⁹ വേണ്ടേ? ഒരു മിനിറ്റ്, 10⁻⁻⁹ മൾട്ടിപ്ലൈ ഉണ്ടായിരുന്നു. മീറ്റർ ക്യൂബ് ആക്കാൻ മില്ലിമീറ്റർ ക്യൂബിനെ മില്ലിമീറ്റർ ക്യൂബിലേക്ക് ആക്കാൻ. മില്ലിമീറ്റർ ക്യൂബിലാ ഞാൻ എടുത്തേ. അല്ല, 50ഉം 100ഉം തന്നെ ഇട്ട് കൊടുത്തു. അപ്പൊ ആൻസർ എത്ര കിട്ടിയേ? അപ്പൊ 785.398 mm³ കിട്ടി. 700യോ? πr²h എന്നല്ലേ ഇട്ടേ? അതെ. അപ്പൊ അതിന് ഏറ്റവും പറ്റിയെന്ന് വെച്ചാൽ ഈ മില്ലിമീറ്റർ തന്നെ ഇട്ടു ഞാൻ പറഞ്ഞു. അതിനെ കൺവേർട്ട് ചെയ്താൽ മതി. 100 × 10⁻³ ഹോൾ ക്യൂബ് ചെയ്താൽ മതി. 10⁻⁹ അല്ലേന്ന് അതാ ചോദിച്ചത്. അതാ 10⁻⁹ അല്ലേന്ന് ചോദിച്ചത്. 10⁻³ ഹോൾ റേസ് ടു 3. $1.96 ആണ് കിട്ടിയ വോളിയം. കിട്ടി മിസ്സേ. ഇത് ഇക്വേറ്റ് ചെയ്യുക. ഇപ്പൊ എല്ലാം അറിയാം. ടോട്ടൽ വോളിയം = VS + VW + VA ആണ്. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ അതിൽ നിന്ന് മാസ് ഓഫ് സോളിഡ് MS എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. വോളിയം എത്ര കിട്ടിയെന്ന് 1.96 × 10⁻⁴ മീറ്റർ ക്യൂബ്. അത് 19.63 into അല്ല 1.96 into 10⁻⁵ അല്ലേ കിട്ടുന്നത്? 4 പൈ ഇൻറ്റു 25² ഇൻറ്റു 100 അല്ലേ? യൂണിറ്റ് 55.
മീറ്റർ ക്യൂബിലാക്കണ്ടേ? ആ മീറ്റർ ക്യൂബ് ആക്കുമ്പോഴും 10⁻⁻5 അല്ലേ ഇടണേ? 1963449.54 എന്ന് എനിക്ക് ആൻസർ കിട്ടിയെന്ന് പറയുന്നത്. 196349 അത് എത്ര ഫോൺ മില്ലിമീറ്റർ ക്യൂബാണ്. ആ ഓക്കെ. ആ അമ്മ അതിനെ മീറ്റർ ക്യൂബിലേക്ക് ആക്ക്. 10⁻10⁻³ ഹോൾ റേസ് ടു 3 വരും. അപ്പം എത്രയാ പറഞ്ഞത്? ഇൻറ്റു 10⁻⁻9 അല്ലേ? അതാണോ എന്നോട് ചോദിച്ചേ? ഞാൻ ചോദിച്ചത് 10⁻⁻9 തന്നെ. എല്ലാം കറക്റ്റ് ആയി. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി. ഞാൻ 10⁻⁻9 അത് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. 10⁻⁻9 തന്നെ. അപ്പം ഇപ്പൊ എല്ലാം കറക്റ്റ് ആയി. ഇനി മാസ് ഓഫ് സോളിഡ്സ് കണ്ടുപിടിക്കുക. 10⁻⁻9 ഞാൻ പെട്ടെന്ന് എത്ര വോളിയം എല്ലാം മാസിൻ്റെ ടേംസിൽ അറിയുക. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അറിയുന്ന എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിനുശേഷം മാസ് ഓഫ് സോളിഡ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. MS-ൻ്റെ വാല്യൂ എത്ര കിലോഗ്രാം കിട്ടും നോക്ക്. കിട്ടിയ മാസ് ഓഫ് സോളിഡ്സ് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടോട്ടൽ വോളിയം അറിയാം. വോളിയം ഓഫ് സോളിഡ് ഇൻ ടേംസ് ഓഫ് MS കിട്ടി. വോളിയം ഓഫ് വാട്ടറും കിട്ടി ഇൻ ടേംസ് ഓഫ് മാസ് ഓഫ് സോളിഡ്സ്. വോളിയം ഓഫ് എയറും അറിയാം. ടോട്ടൽ വോളിയം നമുക്ക് കിട്ടി. അത് ഇക്വേറ്റ് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. അതിൽ മാസ് ഓഫ് സോളിഡ്സ് ത്രീ പോയിന്റ് 68 തെറ്റാന്നോ? 3 തെറ്റാന്നോ? ശ്രദ്ധിച്ച് ചെയ്യ്. എവിടെയെങ്കിലും ഒന്നാമത് 10⁻² കുറേ പവർ വന്നിട്ടുണ്ട്. അതൊക്കെ സൂക്ഷിച്ച് നോക്കിയിടുക. അങ്ങോട്ടും ഇങ്ങോട്ടും റീപ്ലേസ് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് റീപ്ലേസ് ചെയ്യുക. മാസ് ഓഫ് സോളിഡ്സ്
ആരും ചെയ്തില്ലേ? ആർക്കും കിട്ടിയില്ലേ? സമയം എടുക്കണം സാർ. സമയം എടുക്കോ? സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ത്രീ ആണല്ലോ കിട്ടിയ. തെറ്റാണ്. ത്രീ ആണോ എല്ലാവർക്കും കിട്ടിയേ? എവിടെയെങ്കിലും ഒരു ഡെസിമൽ മാറിയോ നോക്കിയേ. ത്രീ ആണോ തന്നെ? ഇല്ല, ചേഞ്ച് ഉണ്ട്. 0.3 ആണോ മിസ്സേ? 0.3 ആണ്, കറക്റ്റ് ആണ്. 0.3 കിലോഗ്രാം. 0.301 സംതിങ് വരും. എന്റെ വോളിയത്തിൽ 10⁻⁻4 വരെ -3 ആയിട്ട് അതാ ആ, പറ്റി. അതാ ഞാൻ പറഞ്ഞത്, എവിടെയോ ഡെസിമൽ മാറിപ്പോയിട്ടുണ്ട്, ചെക്ക് ചെയ്യാൻ. മാസ് ഓഫ് സോളിഡ്സ് 0.3 കിലോഗ്രാം. നമുക്ക് കിട്ടിയത് മാസ് ഓഫ് സോളിഡ്സ് ആണ്, അതായത് നമ്മൾ അസ്യൂം ചെയ്ത സാധനമാണ് കിട്ടിയത്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? മാസ് ഓഫ് സോയിലും എത്ര വോളിയം ഓഫ് വാട്ടറും ആഡ് ചെയ്യണമെന്ന് കണ്ടുപിടിക്കണം. മാസ് ഓഫ് സോയിൽ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് കിട്ടിയത് സോയിലിലെ സോളിഡിന്റെ മാസ് കിട്ടി. നമുക്ക് വേണ്ടത് എന്താണ്? മാസ് ഓഫ് സോയിലാണ്. ക്യാപിറ്റൽ എം. അതെങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പൊ നമുക്ക് MS കിട്ടി. വാട്ടറിന്റെ ആഡ് ചെയ്യണം. എന്തൊക്കെ ആഡ് ചെയ്യണം? വാട്ടറും എയറും ആഡ് ചെയ്യണം. മാസ് ഓഫ് സോളിഡ് പ്ലസ് മാസ് ഓഫ് വാട്ടർ മാസ് ഓഫ് വാട്ടർ, പ്ലസ് മാസ് ഓഫ് എയർ. എയർ. Mass of മാസ് ഓഫ് എയർ എന്താണ്? 0 ആണ്. മാസ് ഓഫ് വാട്ടറിന് എങ്ങനെ കിട്ടും? മുകളിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. 15% 15% 15 × 0.3. അപ്പോൾ 0.3 പ്ലസ് 0.15 ഇൻറ്റു 0.3. അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇപ്പൊ നമുക്ക് കിട്ടിയ MS എന്ന് പറഞ്ഞതല്ലേ മാസ് ഓഫ്? അല്ല, അത് സോളിഡിന്റെ മാസാണ്. സോളിഡ് മാസ്. സോറി. അതെന്താണെന്ന് അസ്യൂം ചെയ്താലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യണം. അങ്ങനെ ഒരു റിലേഷൻ എങ്ങനെ ഉണ്ടാക്കാം നമ്മൾ ചിന്തിക്കണം. ഈ എയറിന്റെ മാസ് 0 ആണല്ലേ? എയറിന്റെ വോളിയം ഉണ്ട്, പക്ഷെ മാസ് 0 ആയിരിക്കും. മാസ് 0. എയറിന് വോളിയം ഉണ്ടല്ലോ, കാരണം അത് ഒക്കുപ്പൈ ചെയ്യുന്ന ഒരു സ്പേസ് അല്ലേ. ഒരു കുപ്പിയിൽ അതായത് നോക്കാം, മാസ് ഓഫ് എയർ എന്താ പറയാത്തെന്ന് ചോദിക്കുന്നു. ശരിയാ. മാസ് ഓഫ് എയർ 0. അതിന് മാസ് ഇല്ലല്ലോ. ഓക്കെ, വോളിയം മനസ്സിലായി. വോളിയം എത്ര കിട്ടി മാസ് ഓഫ് സോയിൽ? മാസ് ഓഫ് സോയിൽ 0.3 ഞാൻ എഴുതി വെച്ചു. എനിക്ക് കാൽക്കുലേഷൻ ശരിയായില്ല, പിന്നെ നോക്കിക്കോളാം. 0.345 ആണ്. 0.345. മാസ് ഓഫ് സോയിൽ ഇതാണ് കാൽക്കുലേഷൻ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക, എവിടെയെങ്കിലും ചെറിയൊരു ഡെസിമൽ മാറിയാൽ മതി, അതിന് ആൻസറിന് ഒരുപാട് വേരിയേഷൻ വരും. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക, ധൃതി പിടിക്കരുത്. ചെയ്യുന്ന ക്വസ്റ്റ്യൻ നീറ്റായിട്ട് 0.3 എന്ന് കൺസിഡർ ചെയ്യുമ്പോൾ 0.34 പോയി കിട്ടിയത്. എനിക്ക് 0.3 എനിക്ക് കിട്ടില്ല. 0.3 കത്ത് കിട്ടില്ലായിരുന്നു. പിന്നെ നോക്കിക്കോളാം. എവിടെയാന്ന് വെച്ചാൽ ഒരു ഡെസിമൽ മാറിപ്പോയാൽ നമുക്ക് ശരിയാവില്ല. നമ്മൾ അടിച്ചു കൊടുക്കുന്ന ചെറിയൊരു മിസ്റ്റേക്ക് വരും. അപ്പം ചെയ്യുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ ടൈം എടുത്താൽ ചെയ്യുന്നത്, അത് എപ്പോഴും മൈൻഡിലിടുക. ആ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഒന്ന് സ്റ്റക്കായാൽ അവിടെ നേരത്തെ സ്റ്റോപ്പ് ചെയ്യുക.
അല്ല പെട്ടെന്ന് നിങ്ങൾക്ക് വേറെ ഐഡിയ വന്നു എങ്കിൽ നിങ്ങൾ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ അവിടെ അത് സ്റ്റോപ്പ് ഈ ചെയ്യുക, കുറച്ച് സ്ഥലം വിടുക. 10⁻⁴ മൈനസ് അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ആ കാൽക്കുലേറ്റ് അതെ അതെ, അടിക്കുമ്പോൾ കാൽക്കുലേറ്റ് അടിക്കുമ്പോൾ തെറ്റിപ്പോകുന്നുണ്ട്. അതാണ് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതാ ഞാൻ തെറ്റിപ്പോകുന്നത്. പറഞ്ഞത്, വൺസ് എവിടെയോ സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ 2 മിനിറ്റ് അതിന് 2 3 5 മിനിറ്റ് അതിന് വേണ്ടി ചിലവാകുക. അത് നടക്കുന്നില്ലെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുക, സ്ഥലം വിടുക, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അല്ലെങ്കിൽ നമ്മൾ ഫുൾ മൊഡ്യൂൾ കവർ ചെയ്തെത്തില്ല. ഓക്കെ, മാസ് ഓഫ് സോയിൽ കിട്ടി. ഇനി നമുക്ക് മാസ് ഓഫ് വാട്ടറും കൂടെ കാണണം. മാസ് ഓഫ് വാട്ടർ എങ്ങനെ കാണാം? മാസ് ഓഫ് വാട്ടർ അല്ല, സോറി, വോളിയം ഓഫ് വാട്ടർ. വോളിയം ഓഫ് വാട്ടറും കൂടെ കാണാൻ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു. VW. വാട്ടർ ബൈ 1000 ആണ്. ആ മോളിൽ ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ട്, എന്തായിരുന്നു? 1000 ആണ്. MW by 1000 ലിറ്റർ ആണല്ലോ ഒരു മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞത്. അപ്പൊ 1 മീറ്റർ ക്യൂബാ? MW by ρW. MW നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, മാസ് ഓഫ് വാട്ടർ അറിയാം. അത് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ചെയ്താൽ മതി. അപ്പം അത്രയും മീറ്റർ ക്യൂബ്, അത്രയും എം ക്യൂബിലുള്ള വോളിയം കിട്ടും. അതിന് ലിറ്ററിലാക്കണമെങ്കിൽ ലിറ്ററിലാക്കാം. ഇത്രയും വോളിയം കിട്ടിയേ. അല്ല, മാസ് ഓഫ് വാട്ടറും മാസ് ഓഫ് വോളിയം ചോദിച്ചായിരുന്നോ? ഇല്ല, മാസ് ഓഫ് വാട്ടറും മാസ് ഓഫ് സോയിലും അല്ലേ ചോദിച്ചേക്കണേ? അതെ മിസ്സേ. ആ ഓക്കെ 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 ഓക്കെ, ഞാൻ വോളിയം വെരി സോറി. ഓക്കെ, അപ്പോൾ മാസ് ഓഫ് വാട്ടർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. താഴെ ഒന്നുകൂടെ സെപ്പറേറ്റ് എടുത്ത് എഴുതിയാൽ മതി. മാസ് ഓഫ് വാട്ടർ ഇത്രയാണ്, മാസ് ഓഫ് വാട്ടർ ഈക്വൽ ടു 0.045, മാസ് ഓഫ് സോയിൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, അതെങ്ങനെ എഴുതി കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. മിസ് 0.045 ആണോ? ആ 0.045 കിലോഗ്രാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ടറിന്റെ വോളിയം കണ്ടാലും അത് തന്നെയല്ലേ വരുന്നത്, വോളിയം 0.045. അതെ, സെയിം തന്നെ. വോളിയം കാണണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ വെച്ചാൽ മാസ് ഓഫ് സോളിഡ് അറിയാമെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ കിട്ടുന്ന അത്ര എം ക്യൂബിലാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലേ എല്ലാവർക്കും? ഓക്കെ അല്ലേ? അടുത്ത പറഞ്ഞോട്ടെ. അടുത്ത പറഞ്ഞോട്ടെ. ഹലോ, ഓക്കെ, പറഞ്ഞു. ഒരു ഡൗട്ട് ചോദിച്ചോളാം. ഈ വോളിയം ഓഫ് വാട്ടർ എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ 1000 എന്ന് പറഞ്ഞില്ല. അപ്പൊ ഈ വോളിയം വാട്ടർ നമ്മൾ 15% എന്നുള്ള ടോട്ടൽ വോളിയത്തിന് 15% കണ്ടിട്ട് അതിന്റെ 1000 കൊണ്ട് ഗുണിച്ചാലും കിട്ടുമല്ലോ അല്ലേ? ടോട്ടൽ വോളിയത്തിന്റെ 15% അതിനെ 1000 കൊണ്ട് ഗുണിച്ചാലും കിട്ടത്തില്ലേ? 1000 കൊണ്ട് ഗുണിക്കുവാണോ കിട്ടണേ വോളിയം കിട്ടാൻ? മീറ്റർ ക്യൂബിൽ കിട്ടാൻ വേണ്ടിട്ട് ഞാനത് ഒരു 1 മീറ്റർ ക്യൂബ് ഈക്വൽ ടു 1000 ലിറ്റർ. അപ്പൊ അങ്ങനെ പറഞ്ഞു. അതെ അതെ അപ്പൊ 0.15% വോളിയം എടുത്തിട്ട് 1000 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 0.15% 1000 കൊണ്ട് വോളിയം എടുത്തു കഴിഞ്ഞാൽ ചെയ്ത് നോക്കി കിട്ടുന്നുണ്ടോന്ന്. സെയിം ആൻസർ. വോളിയം ഓഫ് വാട്ടർ ഇൻറ്റു MS ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്ന മോഡലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക കറക്റ്റായിട്ട്, അപ്പം മനസ്സിലാവും. നമുക്ക് മാസ് കിട്ടിയല്ലോ, സോളിഡ്സ് കിട്ടി. മാസ് ഓഫ് സോളിഡ്സ് കിട്ടി, അതിൽ നിന്ന് വോളിയം ഓഫ് വാട്ടറും വോളിയം ഓഫ് എയറും വോളിയം ഓഫ് സോളിഡും കാണാനുള്ള ഇക്വേഷൻ നമ്മൾ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ച് ചെയ്തിട്ട് ഇൻറ്റു 0.15%, 15% എത്രയാണ് വരുന്നതെന്ന് വെച്ചാൽ ചെയ്ത് നോക്കുക. 1000 ആണ് ആ ഒരു കൺസിഡറേഷന് ചെയ്ത് നോക്കുക.
കിട്ടുമായിരിക്കും. ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല, അതാ ഞാൻ പറഞ്ഞ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇനി ഈ ഒരു പ്രോബ്ലം വേറൊരു പ്രോബ്ലം ഉണ്ട്, അത് രണ്ടും ഇപ്പോൾ ചെയ്ത പോലത്തെ കുറച്ച് ഡിഫറൻസ് ആണ്. There are two borrow areas A and B which have soil with a void ratio 0.8, 0.7. The in-place water content is 20% and 15%. The fill at the end of the construction will have a total volume of 10,000 meter cube, bulk density of 2 megagram per meter cube, and placement water content is 22% respectively. Determine volume of soil required to be excavated from both the areas. G is equal to 2.65. If the cost of excavation of soil and transportation is rupees 200 per 100 m square for area A and 220 per 100 meter, ഒരു സെക്കൻഡ്, മീറ്റർ ക്യൂബ് എന്നാണ് കേട്ടോ, മീറ്റർ സ്ക്വയർ അല്ല, മീറ്റർ ക്യൂബ്, 100 meter cube for area B, which borrow area will be economical? 100 meter cube ആണ്, മീറ്റർ സ്ക്വയർ അല്ല, ഇത് മീറ്റർ ക്യൂബ് ആണ്, സ്ക്വയർ അല്ല, ഇത് 100 meter cube. There are two borrow areas A and B. രണ്ട് മണ്ണ് കുഴിക്കുന്ന രണ്ട് ഏരിയാസ് ഉണ്ടായിരുന്നു, എ ബി. ആ ഏരിയാസിൽ ബോറോ ചെയ്യുന്ന ഏരിയയിൽ വോയിഡ് റേഷ്യോ 0.8 0.7 ആയിരുന്നു. ആ സ്ഥലത്തെ വാട്ടർ കണ്ടന്റ്, അതായത് എയിലെയും ബിയിലെയും വാട്ടർ കണ്ടന്റ് 20%, 15% ആണ്. ഓക്കെ, ഈ ബോറോ എയിന്നും ബിയും നമ്മൾ കുഴിച്ചെടുത്ത മണ്ണ് നമ്മൾ എന്ത് ചെയ്തു? ദ ഫിൽ അറ്റ് ദി എൻഡ് ഓഫ് ദി കൺസ്ട്രക്ഷൻ വിൽ ഹാവ്, നമ്മളിങ്ങനെ കുഴിച്ചെടുത്ത മണ്ണ് കൊണ്ട് നമ്മളൊരു ഫില്ല് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഫില്ല് ചെയ്ത സ്ഥലത്ത് നമുക്ക് വേണ്ടി വന്ന ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ 10,000 meter cube ആണ്. അപ്പോൾ ആ സോയിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ ബൾക്ക് ഡെൻസിറ്റി 2 megagram per meter cube, ആ ഫില്ലിലെ വാട്ടർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ 22% ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഓരോ ഏരിയയിൽ നിന്നും എത്ര വോളിയം സോയിൽ എക്സ്കവേറ്റ് ചെയ്തു? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ ചോദിച്ചിരിക്കണേ, ആദ്യത്തെ എയിൽ, എ എന്ന് പറഞ്ഞ ഏരിയയിൽ നിന്ന് മണ്ണ് കുഴിച്ച് ട്രാൻസ്പോർട്ട് ചെയ്ത് ഫില്ല് ചെയ്യാൻ എടുത്ത കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 100 m ക്യൂബിന് 200 rupees, ബിക്ക് 20 rupees per 100 m ക്യൂബും ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഏതാണ് ഏറ്റവും കൂടുതൽ എക്കണോമിക്കൽ? എത്ര മാർക്ക്? ഡിപ്പെൻസ്, ചിലപ്പോൾ 10 മാർക്ക് ആവാം, ചിലപ്പോൾ 14 മാർക്ക് ആവാം. 14 മാർക്കിന് ഉണ്ട് കണ്ടിട്ട്. അത് ഡിപ്പെൻഡ് ആണ്. ഇത് 10 മാർക്കിന് ചോദിച്ചാൽ 4 മാർക്ക് ഒരു തിയറി. അതാണ് GT1 എനിക്ക് പ്രോബ്ലം മാത്രം 14 മാർക്കിന് വരും എന്ന് എനിക്ക് പറയാൻ ഈ മൊഡ്യൂളൊന്നും പറ്റില്ല. 10 മാർക്ക് 8 മാർക്കിനൊക്കെ ചോദിച്ചു ബാക്കി മാർക്ക് സ്പ്ലിറ്റ് ചെയ്തൊക്കെ 2 ക്വസ്റ്റ്യൻ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടേക്കുന്നത്. AB 11ാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ AB, അങ്ങനെയാണ് മോസ്റ്റ് പ്രോബബ്ലി കണ്ടേക്കണേ. കൂടുതലും അങ്ങനെയാണ് കണ്ടേക്കണേ. ഈ ചെയ്യിച്ച 11 ക്വസ്റ്റ്യൻ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ഇത് കവിഞ്ഞ് ഇനി ഒരു ട്വിസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാനില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി വേറെ ഉണ്ടോയെന്നുള്ളത് ഞാൻ ഒന്നുകൂടെ കീ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് പറയാം, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. കഴിഞ്ഞാണ് വേറെയും കുറെ ചെയ്യിച്ചു എന്ന് തോന്നുന്നു, ഓർക്കണില്ല. കുറച്ച് ചിന്തിക്കാനൊക്കെ ഉണ്ട്. ഇന്ന് നമ്മള് ചിന്തിക്കാൻ മാത്രമല്ല, എങ്ങനെ റിലേറ്റ് ചെയ്യാൻ നമുക്ക് മനസ്സിലാവണം. അതിന് നമ്മൾ ആ ബേസിക് റിലേഷൻസ് എല്ലാം അറിയണം, ഇക്വേഷൻസും റിലേഷൻസും കാണുമ്പോൾ നമ്മൾ ഓർക്കും ഇതൊക്കെ അറിയാലോ എന്ന്. പക്ഷെ ദയവ് ചെയ്ത് ചുമ്മാ വായിച്ച് പഠിക്കരുത്. GT നിങ്ങൾ പ്രോബ്ലം ആണെങ്കിലും തന്നെ എടുത്ത് വെച്ചിട്ട് പഠിക്കുക, പഠിച്ചിട്ട് ബുക്ക് അടച്ചു വെച്ചിട്ട് തന്നെ എഴുതി നോക്കുക, ചെയ്യാൻ പറ്റുന്നുണ്ടോ, എവിടെയാണ് സ്റ്റക്കായേ, ഏത് റിലേഷനാണ് എനിക്ക് കിട്ടാത്തത്. അങ്ങനെ ചെയ്ത് നോക്കിയാൽ മാത്രമാണ് നമുക്ക് നമ്മൾ സ്വയം ചിന്തിച്ച് ചെയ്യാൻ പഠിക്കുള്ളൂ. ഇനി ഒന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞു തരുവാണെങ്കിൽ മനസ്സിലാവും. പറയാം. മനസ്സിലായി, വെരി സോറി.
പറയാം. അപ്പോൾ എല്ലാവരും എഴുതിയോ? പറഞ്ഞോട്ടെ. ഓക്കെ മിസ്. ഓക്കെ. രണ്ട് ബോറോ ഏരിയാസ്, ദർ ആർ 2 ബോറോ ഏരിയാസ് എ ആൻഡ് ബി. രണ്ട് ബോറോ ഏരിയാസ് ഉണ്ടായിരുന്നു, എ ബി. അതിലെ വോയിഡ് റേഷ്യോ തന്നിട്ടുണ്ട് 0.8 0.7. ആ ബോറോ ചെയ്യുന്ന ഏരിയയിലെ വാട്ടർ കണ്ടന്റും തന്നിട്ടുണ്ട് 20%, 15% ആയിരുന്നു. എന്നിട്ട് നമ്മൾ ഈ കുഴിച്ചെടുത്ത സോയിൽ എന്ത് ചെയ്തു? ഒരു ഫില്ല് ചെയ്യാനാണ്, ഒരു സ്ഥലത്ത് ഫില്ല് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ ആ ഫില്ല് ചെയ്ത വോളിയം എന്ന് പറഞ്ഞാൽ, ഈ രണ്ടിടത്തുനിന്നും കുഴിച്ചിട്ട് അവിടെ കൊണ്ടുപോയി ഫില്ല് ചെയ്ത വോളിയം എന്ന് പറഞ്ഞാൽ 10,000 m³ ഫില്ല് ചെയ്തത്. ഫില്ല് ചെയ്ത സോയിൽ സാമ്പിൾ ടെസ്റ്റ് ചെയ്തപ്പം അവിടുത്തെ ബൾക്ക് ഡെൻസിറ്റി 2 mg/m³, ഫില്ലിലെ വാട്ടർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ 22% ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് ഏരിയയിൽ നിന്നും, എന്നും ബിന്നും എത്ര മാത്രം വോളിയം ഓഫ് സോയിലാണ് എക്സ്കവേറ്റ് ചെയ്തതെന്ന് കണ്ടുപിടിക്കണം. അത് ഫസ്റ്റ് പാർട്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്, സോളിഡ്സിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട് 2.65. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ആദ്യത്തെ ബോറോ ഏരിയ എയിൽ നിന്ന് എക്സ്കവേറ്റ് ചെയ്യാനും ആ സോയിൽ ട്രാൻസ്പോർട്ട് ചെയ്യാനും എടുത്ത റേറ്റ് എന്ന് പറഞ്ഞാൽ 200/100 m³ ആണ്. 100 m³ന് 200 രൂപയ്ക്കാണ് ആദ്യത്തെ ഏരിയയിൽ നിന്ന് ട്രാൻസ്പോർട്ടേഷനും എക്സ്കവേഷനും ചെയ്തത്. രണ്ടാമത്തേന്ന് 220/100 m³നാണ്. അങ്ങനെയാണെങ്കിൽ വിച്ച് ഈസ് ദ മോസ്റ്റ് എക്കണോമിക്കൽ? ഇതിലേത് ഏരിയ ആയിരുന്നു മോസ്റ്റ് എക്കണോമിക്കൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഇതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ ചെയ്യും? രണ്ട് ബോറോ പിറ്റിലെ കാര്യങ്ങൾ മനസ്സിലായി. അവിടുത്തെ വോയിഡ് റേഷ്യോ 0.8 0.7 20% 50% മനസ്സിലായി. പക്ഷേ ഇത് ടോട്ടൽ വോളിയം 10,000 m³ മനസ്സിലായി. പിന്നെ ഈ ബൾക്ക് ഡെൻസിറ്റിയും വാട്ടർ കണ്ടന്റും ഓവറോളിന്റെ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് മറ്റു രണ്ടും ഇങ്ങനെ ഡിവൈഡ് ചെയ്യണമെന്ന് മനസ്സിലായിട്ടില്ല. ചിന്തിച്ചു നോക്ക് എങ്ങനെ ചെയ്യണമെന്ന്. ഇതൊക്കെ ചെയ്തു. ഇതെല്ലാം തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്യണം? വാട്ടർ കണ്ടന്റ് ഒരു സ്ഥലത്ത് 20% 15% ആണ്. ഓവറോൾ വന്നപ്പോൾ 22% വന്നു കഴിഞ്ഞാൽ അതും ആ കൂടാൻ കുറയാനൊക്കെ പാടില്ലേ? ട്രാൻസ്പോർട്ടേഷൻ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പാടില്ലേ? മഴ പെയ്താ പെയ്തുണ്ടാവും. മാറാൻ പാടില്ലേ? ഞാൻ പറയാൻ വരുമായിരുന്നു, അപ്പോഴത്തേക്കും പറഞ്ഞു. കൊണ്ടുപോണ വഴിക്ക് വേറെ എന്തെങ്കിലും വ്യത്യാസം വരാൻ പാടില്ലേ? പക്ഷെ മിസ് അപ്പോൾ ഇത് രണ്ട് സ്ഥലത്ത് നിന്ന് എങ്ങനെ എത്ര കൊണ്ടുവന്നത് എങ്ങനെ രണ്ട് സ്ഥലത്ത് അതെങ്ങനെ കണ്ടുപിടിക്കണം? അതാണ് അതായത് ഓവറോൾ അതല്ലേ ക്വസ്റ്റ്യൻ. ഒരു സെക്കൻഡ് പറഞ്ഞു. അമ്മ ഹലോ, വെരി സോറി. പറഞ്ഞോ, ചിന്തിച്ചു നോക്ക്. ഓക്കെ. ഹലോ, എങ്ങനെ ചെയ്യണേ? ബൾക്ക് ഡെൻസിറ്റിയുടെ റിലേഷൻ വെച്ചിട്ടാണോ? ബൾക്ക് ഡെൻസിറ്റിയുടെ റിലേഷൻ വെച്ചിട്ട് ചെയ്യാം. പ്ലേസ്മെന്റ് വാട്ടർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഓവറോൾ വാട്ടർ കണ്ടന്റ് ആണോ? ഇപ്പൊ രണ്ടും കൂടി ചേർത്തപ്പോൾ പ്ലേസ്മെന്റ് വാട്ടർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തെ അല്ല, പ്ലേസ്മെന്റ് വാട്ടർ കണ്ടന്റ് മറ്റേ ഫില്ല് ചെയ്തയില്ലേ? ഫില്ല് ചെയ്ത ഏരിയയിലത്തെ വാട്ടർ കണ്ടന്റ്. ക്വസ്റ്റ്യൻ മനസ്സിലായി. ഇതൊക്കെ ഫീൽഡിൽ ആവശ്യം വരുന്നതാണ്. പക്ഷെ ഇത് ചെയ്യാൻ ഇപ്പൊ നോക്കണം, ആവശ്യം വരുന്നത് ഫീൽഡിൽ വരുമ്പോ ഈ ബൾക്ക് ഡെൻസിറ്റിയും വാട്ടർ കണ്ടന്റും കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് ബോറോന്ന് കൊണ്ടുവന്ന മെറ്റീരിയലിന്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നല്ല കാര്യമാണല്ലോ. അത് ശരിക്കും ഉപയോഗം തന്നെ ഫീൽഡിൽ. വേഗം പറ എങ്ങനെ ചെയ്യാന്ന്. ഇതിനകത്ത് ഏറ്റവും ടെസ്റ്റ് ചെയ്ത് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. വേറൊന്നും ഇതിൽ കൂടുതൽ ഇനി എന്തെങ്കിലും ഉണ്ടോ ഞാൻ നോക്കട്ടെ.
നിങ്ങൾക്ക് എന്താ അറിയണേ? രണ്ട് ബോറോയിലെയും വാട്ടർ കണ്ടൻറ്റും അറിയാം, സോളിഡ്സിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അറിയാം, അവിടുത്തെ വോയിഡ് റേഷ്യോയും അറിയാം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരു m³ വേണ്ട, ഇപ്പം നമ്മൾ ഒരു ഏരിയന്ന് 1 m³ ആണ് തൽക്കാലം നമ്മൾ കൺസിഡർ ചെയ്യണമെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ എത്ര വെയിറ്റ് സോളിഡ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാമോ? മനസ്സിലായില്ല മിസ്, ഒന്നുകൂടെ പറഞ്ഞേ. നമുക്ക് വോയിഡ് റേഷ്യോ അറിയാം, വാട്ടർ കണ്ടന്റ് അറിയാം, സ്പെസിഫിക് ഗ്രാവിറ്റി അറിയാം, രണ്ട് ബോറോയിലെയും. അങ്ങനെയാണ് എങ്കിൽ എത്രമാത്രം സോളിഡ്സിൻ്റെ വെയിറ്റ് ആ ഓരോ ഏരിയയിലും ഉണ്ടെന്ന് കണ്ടുപിടിക്കാമോ? വെയിറ്റ് ഓഫ് സോളിഡ്സ് ശ്രദ്ധിച്ച് ചിന്തിച്ചു നോക്കുക. എന്നിട്ട് ഞാൻ പറയണത് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, സ്പെസിഫിക് ഗ്രാവിറ്റി പറഞ്ഞിട്ടുണ്ട്. രണ്ടും ഒന്നാണോ? രണ്ടിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി മാറൂലല്ലോ. നമുക്ക് തന്നിരിക്കുന്ന സോളിഡ് സാമ്പിളിലെ സോളിഡ്സിന്റെ ഡീറ്റെയിൽ ആണ് എന്ത് ശരിക്കും സ്പെസിഫിക് ഗ്രാവിറ്റി. അതിപ്പോ നമ്മൾ ഫില്ല് ചെയ്താലും രണ്ട് ബോറോയല്ല, അപ്പൊ രണ്ടിലും സ്പെസിഫിക് ഗ്രാവിറ്റി മാറ്റം വരത്തില്ലേ? മാറ്റമില്ല. അതാണ് ഇല്ലാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. 2.65 തന്നിട്ടുണ്ടല്ലോ. അങ്ങനെ അല്ല, അത് കണക്ക് കൂട്ടിയത് 2.65 നമ്മളിവിടെ പ്ലേസ് ചെയ്ത സ്ഥലത്തെ മിക്സ് ആയിട്ടുള്ള സോയിലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മനസ്സിലാവില്ലല്ലോ. ക്വസ്റ്റ്യൻ കഴിഞ്ഞ് ലാസ്റ്റ് ടേക്ക് G is equal to 2.65 എന്നാ പറയുന്നത്. ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബോത്ത് ബോറോ സ്പെസിഫിക് ഗ്രാവിറ്റി സെയിം എന്ന് പറയണ്ടേ? അങ്ങനെ പറയൂലല്ലോ. ക്വസ്റ്റ്യൻ തരുമ്പോൾ ഇങ്ങനെ തരുള്ളൂ. പക്ഷെ അപ്പൊ ഇത് ശരിക്കും ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഫീൽഡിൽ അത് വ്യത്യാസമുണ്ട്. കാരണം പറഞ്ഞാൽ എപ്പോഴും രണ്ട് ബോറോന്ന് മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി വ്യത്യാസം ഉണ്ടാവും രണ്ട് ബോറോയിൽ. ഫീൽഡിൽ ഇപ്പൊ നമ്മൾ ചെയ്യണമെങ്കിലും ഫീൽഡിൽ ചെയ്യുമ്പോൾ രണ്ട് ബോറോയിൽ മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ രണ്ട് സ്പെസിഫിക് ഗ്രാവിറ്റി ആയിരിക്കും. അത് ഒരു സ്ഥലത്ത് ഒന്ന് പ്ലേസ് ചെയ്യുമ്പോൾ മിക്സ് ചെയ്യുമ്പോൾ വേറൊരു കിട്ടും സ്പെസിഫിക് ഗ്രാവിറ്റി. രണ്ട് ടൈപ്പ് ഓഫ് സോയിൽ ആയിരിക്കുമല്ലോ. ഇവിടെ അങ്ങനെ ഇപ്പൊ പറഞ്ഞിട്ടില്ല. അങ്ങോട്ട് പറഞ്ഞിട്ടില്ലാന്ന് ശരിയാണ്. ഞാൻ ആദ്യം ചിന്തിച്ചത് ഞങ്ങൾക്ക് ഫീൽഡിൽ അത് ആവശ്യം വരുള്ളൂ എന്ന് ചോദിച്ചാൽ, പക്ഷെ അത് അങ്ങനെ അങ്ങനെ നടക്കത്തില്ല. അത് ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് അങ്ങനെ നടക്കത്തില്ല. ഇനി ഇതില് സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മളോട് ഓരോന്നും സെപ്പറേറ്റ് ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ആകെ മൊത്തം നമുക്കൊരു വാല്യൂ അറിയാം. അപ്പൊ അതിനർത്ഥം നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന സോയിലിലെ സോളിഡ്സ് പറഞ്ഞ് മനസ്സിലായി. അതിപ്പോ ഈ ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ്, പക്ഷെ ഫീൽഡിൽ അങ്ങനെ ആയിരിക്കില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ആയിരിക്കില്ല. ഓക്കെ, സമ്മതിച്ചു. ഇനി ഞാൻ പറയണ പോലെ നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കാൻ പറ്റുമോ നോക്കാം. നമ്മൾ രണ്ട് ഏരിയ ഉണ്ട്. ആ രണ്ട് ഏരിയയിലും ഇപ്പോൾ ആദ്യത്തെ ഏരിയ കൺസിഡർ ചെയ്യാം. ആ ഏരിയയിൽ ഒരു m³ സോയിൽ ബോറോ ചെയ്തപ്പം എത്രമാത്രം വെയിറ്റ് ഓഫ് സോളിഡ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഫില്ല് ചെയ്ത സ്ഥലത്തെ ഡീറ്റെയിൽസ് വെച്ചിട്ട് അവിടുത്തെ ഡ്രൈ സോയിലിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, ഒരു കാര്യം ചെയ്തു പോവാം. നിൽക്ക്, ഞാൻ ചെയ്യിക്കാം. ഇനി വെറുതെ സമയം കളയണ്ട. ആദ്യം ബോറോ ഏരിയ എ എന്ന് ഹെഡിങ് കൊടുക്കാം. ഓക്കെ, ബോറോ ഏരിയ എ എന്ന് ഹെഡിങ് കൊടുക്കുക. ഇനി ബോറോ ഏരിയ എയിൽ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് കൊടുക്കുക. വോയിഡ് റേഷ്യോ അറിയാം, 0.8 ആണ്. വാട്ടർ കണ്ടന്റ് അറിയാം, 20% ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി 2.65 ആണ്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് ഇതിൽ നിന്ന് എന്താ കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ എത്രമാത്രം വെയിറ്റ് ഓഫ് സോളിഡ്സ് എയിന്ന് കുഴിച്ചെടുത്തതിൽ ഉണ്ടായിരുന്നു എന്ന് കണ്ടുപിടിക്കണം. ഒരു m³ വേണ്ടിയിട്ടുള്ള വെയിറ്റ് ആണോ?
കണ്ടുപിടിക്കാൻ പറ്റുമോ? എഴുതണ്ട, ചിന്തിച്ചു നോക്ക്. ഒരു m³ ബോറോ ചെയ്യാൻ എത്രമാത്രം വെയിറ്റ് ഓഫ് സോളിഡ് വേണം? വെയിറ്റ് ഓഫ് സോളിഡ് എങ്ങനെ കണ്ടുപിടിക്കാം? വോളിയം ഓഫ് സോളിഡ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി അല്ലേ? വോളിയം ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ആണോ? ഡെൻസിറ്റി ആണോ? ഇൻറ്റു വോളിയം മൾട്ടിപ്ലൈ ബൈ ഡെൻസിറ്റി അല്ലേ? ഡെൻസിറ്റി ആണോ വെയിറ്റ് കാണണേ? മാസിന് ഞാൻ ഡെൻസിറ്റി എന്ന് പഠിപ്പിച്ചു, വെയിറ്റിന് എന്താ ഞാൻ പറഞ്ഞേ? വെയിറ്റ് ഡെൻസിറ്റി. ഏ? വെയിറ്റ് ഡെൻസിറ്റി അല്ലേ? വെയിറ്റ് ഡെൻസിറ്റിയോ? മാസിനെ നമ്മള് മാസിന്റെ ടേംസിലും യൂണിറ്റ് വെയിറ്റ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു, ഗാമ. ഓർക്കണ്ടോ? വെയിറ്റ് ആണ് തന്നെങ്കിൽ നമ്മൾ യൂണിറ്റ് വെയിറ്റിന്റെ ടേംസിൽ വേണം ചെയ്യാൻ. അപ്പം വെയിറ്റ് ഓഫ് സോളിഡ്സ് തന്നാൽ ഓക്കെ, നമുക്ക് വോളിയം ഇൻറ്റു ഡെൻസിറ്റി, യൂണിറ്റ് വെയിറ്റ് ആണിത്. അപ്പോൾ ആ യൂണിറ്റ് ഡെൻസിറ്റി, ബൾക്ക് ഡെൻസിറ്റി കൊണ്ട് ചെയ്യാം. ഈ ബൾക്ക് ഡെൻസിറ്റി ശരിക്കും എന്ത് ഡെൻസിറ്റി നമ്മൾ യൂസ് ചെയ്യണം? ഡ്രൈ ഡെൻസിറ്റി വേണം യൂസ് ചെയ്യാൻ. കാരണം സോളിഡ്സ് ആണ് ചെയ്യണേ. അപ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് എടുക്കേണ്ട യൂണിറ്റ് വെയിറ്റ് എന്താണ്? ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ആണ്. ഓക്കെ, ആ ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ഗാമ ഡി എങ്ങനെ കാണാം? ഗാമ ഡി എങ്ങനെ കാണാൻ പറ്റും? ഡെൻസിറ്റി കിട്ടിയാൽ എന്ത് ചെയ്താൽ മതി? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഡ്രൈ മാസ് ഡെൻസിറ്റി കിട്ടിയാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡ്രൈ ഡെൻസിറ്റി കിട്ടും. ഇനി മാസ് ഡെൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? മാസ് ഡെൻസിറ്റി കാണാൻ G rho W by 1 plus E. ഒരു ഏരിയയിലെ സ്പെസിഫിക് ഗ്രാവിറ്റി അറിയാം, ഡെൻസിറ്റി ഓഫ് വാട്ടർ അറിയാം, അവിടുത്തെ വോയിഡ് റേഷ്യോ അറിയാം. അപ്പം അവിടെ നിന്ന് എടുക്കുന്ന സോയിലിൻ്റെ മാസ് ഡെൻസിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എഴുത്. ഡ്രൈ മാസ് ഡെൻസിറ്റി റോ ഡി ഈസ് ഈക്വൽ ടു മാസ് ഡെൻസിറ്റി റോ ഡി ഈസ് ഈക്വൽ ടു G rho W by 1 plus E. എന്നിട്ട് ഡ്രൈ മാസ് ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. റോ ഡി എന്ന് പറഞ്ഞാൽ ഡ്രൈ മാസ് ഡെൻസിറ്റി ആണ്. അത് കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിച്ചത് അതിൽ നിന്ന് ഒരു m³ കുഴിച്ചപ്പം എത്ര, അതിന് മുമ്പിൽ എഴുതിക്കോ. ലെറ്റ് us assume അല്ലെങ്കിൽ ലെറ്റ് us കൺസിഡർ എന്ന് എഴുതിക്കോ. ലെറ്റ് us കൺസിഡർ 1 m³ ഓഫ് ബോറോസോയിൽ. എന്നിട്ട് ചെയ്യുക, ഒരു m³ ബോറോസോയിലിൽ എത്രത്തോളം സോളിഡ്സിൻ്റെ വെയിറ്റ് ഉണ്ടായിരുന്നു അതാദ്യം കണ്ടുപിടിക്കുക. എഴുതിയോ? എത്ര കിട്ടിയ ഡ്രൈ മാസ് ഡെൻസിറ്റി? ജിയുടെ വാല്യൂ 2.65,000 divided by 1 plus 0.8.
2453.7 2000-യോ? 1.47. യൂണിറ്റും കൂടെ പറയണേ. 1.47. 1472.22. ആ, ഗ്രാം. 1472.22. അത്രയും കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. അതിനെ ഗ്രാം പെർ മില്ലി ലിറ്ററിൽ പറയാമോ? നമുക്ക് ചെയ്യാൻ എളുപ്പത്തിനാ. ആ, അല്ലെങ്കിൽ 1.47. 1.47. 1000 കൊണ്ട് ആ, 1000 കൊണ്ട് 1.47. 472 ഗ്രാം പെർ മില്ലി ലിറ്റർ. 2.65 into 1000 by 1 plus 0.8 ആണ്. 1 divided by 1.8 ചെയ്യുക. 2650 by 1.8 കിട്ടണില്ലേ? 1472. ഹലോ, കിട്ടി മിസ്. ഓക്കെ. അപ്പം ഡ്രൈ മാസ് ഡെൻസിറ്റി കിട്ടി. മാസ് ഡെൻസിറ്റിന്ന് നമുക്ക് എങ്ങനെ ആക്കണം? യൂണിറ്റ് വെയിറ്റിന്റെ ടേംസിലാക്കണം. അപ്പൊ എഴുത് യൂണിറ്റ് ഡ്രൈ ഡെൻസിറ്റി. യൂണിറ്റ് ഡ്രൈ ഡെൻസിറ്റി ഗാമ ഡി ഇസ് ഈക്വൽ ടു റോ ഡി ഇൻറ്റു ജി ആണ്. അതായത് 1.47 ഇൻറ്റു 10 ചെയ്യുക. 9.81 അല്ലെങ്കിൽ 10 ചെയ്യുക. 9.81 10 എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്താ? റൗണ്ട് ചെയ്തെന്നുള്ളൂ. നമ്മൾ ചെയ്യാൻ എളുപ്പത്തിന് 9.81 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു റൗണ്ട് ചെയ്ത 10. 9.81 ഇട്ട് പഠിച്ചാലും അല്ല, mistake ഇല്ല. അങ്ങനെ 9.81 പകരം 10 ഇട്ട് കഴിഞ്ഞാൽ എക്സാമിന് കുഴപ്പമില്ല. കുഴപ്പമില്ല. നമ്മൾ അവിടെ എഴുതി വെക്കുക ജി ഇസ് ഈക്വൽ ടു 10 ആണെന്ന് എടുത്തേക്കണേന്ന് എഴുതി വെക്കുക. ഓക്കെ. ആൻസർ വരുമ്പം അതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് കൺസിഡർ ചെയ്യാറുണ്ട്. 9.8 ഇട്ട് ചെയ്യാം, 9.8 ഇട്ട് ചെയ്തോ. 10 ഇട്ട് ചെയ്യാം, 10 ഇട്ട് ചെയ്യാം. അപ്പം ആൻസർ കിട്ടും 14.72 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. 10 എന്ന് പറയുന്നത് 9.81 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ്. അത് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഗ്രാം പെർ മില്ലി ലിറ്ററിലാക്കിയത്. മിസ് 1472 പറയുമ്പോഴല്ലേ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആവുള്ളൂ. ഇത് 1.47 ഇടുമ്പോൾ ഗ്രാം പെർ മില്ലി ലിറ്റർ അല്ലേ? ആ, ഗ്രാം പെർ മില്ലി ലിറ്റർ. അതിനെ ഞാൻ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇൻറ്റു 10. അത് ഗ്രാം പെർ മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ അത്രയും കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബാണ്. അല്ലെങ്കിൽ ഇപ്പം ഡെൻസിറ്റീനെ നമ്മൾ ഗ്രാം പെർ മില്ലി ലിറ്റർ ഇൻറ്റു ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.81 യൂണിറ്റ് ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബിലാണ്. മിസ്സേ ഗ്രാം പെർ എം എൽ ലേക്ക് ആക്കിയില്ല എന്ന് വെച്ചാൽ കുഴപ്പമില്ലല്ലോ ഇങ്ങനെയാണെങ്കിൽ. കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറിൽ വേരിയേഷൻ വരും. കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബിൽ നമുക്ക് വെയിറ്റ് കിലോ ന്യൂട്ടണിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇതിനെ ഗ്രാം പെർ മില്ലി ലിറ്ററിലാക്കിയിട്ട് 9.81 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, അല്ലെങ്കിൽ 10 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പം ഈ ഗ്രാം പെർ മില്ലി ലിറ്റർ എന്ന് പറയുന്നതും കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് രണ്ടും ഒരേ കൺവേർട്ട് ചെയ്താലും ഒരേ വാല്യൂ വരണേ. പക്ഷേ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി നേരത്തെ ഷീസാർ പറഞ്ഞ കിലോഗ്രാത്തിന് വെച്ചിട്ട് പിന്നെ നമ്മൾ കിലോ ന്യൂട്ടണിലേക്ക് മാറ്റല്ലേ നല്ലത്? ഇനി അങ്ങനെ മാറ്റുകയാണെങ്കിൽ മാറ്റി ചെയ്തോ. അങ്ങനെ അതല്ലേ ഞങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലായി. ഇതൊക്കെ കൺഫ്യൂഷൻ ആവുന്നത്. ശരി. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്തോ. അങ്ങനെ ഈ ചെറിയ CGS ലേക്ക് വന്നാൽ ആകെ തലവേദനയാവുക. എന്നാ ശരി, വേണ്ട. നിങ്ങൾ ഇത് തന്നെ ചെയ്തോ. 1472.22 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. അപ്പൊ നമ്മൾ ജിയുടെ വാല്യൂ കൊടുക്കുമ്പം എന്തിൽ തന്നെ കൊടുക്കണം? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിൽ തന്നെ കൊടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് കൺവേർട്ട് ചെയ്യുക. ഓക്കെ. 9.81 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ്. അതിന് പകരം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലേക്ക് ആക്കിയിട്ട് ഈ വാല്യൂവിനെ അങ്ങനെ ആക്കിയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാവുള്ളൂ. എന്നിട്ട് ഫൈനൽ കിട്ടുന്ന ആൻസറിനെ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബിലേക്ക്. കിലോ ന്യൂട്ടൺ തന്നെ എഴുതാൻ നിർബന്ധമുണ്ടോ? അതെയോ കിലോഗ്രാം ആക്ച്വലി കിലോ ന്യൂട്ടൺ ആണ് അതിന്റെ യൂണിറ്റ്. കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ്.
9.8 ആ ആണ്, സ്റ്റാൻഡേർഡ് ആണ്. അതുകൊണ്ടാണ് കിലോ ന്യൂട്ടണിലേക്ക് മാറ്റേണ്ടി വരുന്നത്. ഓക്കെ, ഞാൻ മനസ്സിലായി. അതുകൊണ്ടാണ് താഴെ ഗ്രാം പെർ മില്ലി ലിറ്ററിലേക്ക് ഇട്ടത്. ഉം, നമുക്ക് ചെയ്യാൻ 9.81 യൂണിറ്റ് എന്ന് പറഞ്ഞ കിലോ കൺവേർഷൻ ന്യൂട്ടന്റെ ആണ്. ആ ഓക്കെ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ മനസ്സിലായി, അപ്പോൾ ഇപ്പോൾ മനസ്സിലായി. ആ നിങ്ങൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇതിപ്പോൾ കിലോഗ്രാമിലാണെങ്കിൽ നിങ്ങൾ ഈ ജിയുടെ വാല്യൂ കൊടുക്കുമ്പോഴും അതേ അളവിലുള്ള വേണം കൊടുക്കാൻ, അല്ലെങ്കിൽ തെറ്റിപ്പോവും. എത്ര കിട്ടി? 14 എന്ന് വരും. 72 ആണ് ആൻസർ. 14.72 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. ദെൻ നമ്മൾ കാണേണ്ടത് എന്തായിരുന്നു? വെയിറ്റ് ഓഫ് സോളിഡ് ആണ്. ഓക്കെ, WS is equal to gamma D into വോളിയം ആണ്. ആ വോളിയം നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് എത്രയാണ്? 14.72 കിട്ടി ഇൻറ്റു വോളിയം എന്ന് പറയുന്നത് 1 ആണ്. ഒരു എം ക്യൂബിന് കുഴിച്ചെടുത്തപ്പോൾ ഉള്ള വെയിറ്റ് ഓഫ് സോളിഡ്സ് കിട്ടണം. അപ്പോൾ ആ വോളിയം നമ്മൾ എത്രയാണ്? 1 എം ക്യൂബാണ്. അപ്പോൾ അതിന് വേണ്ട സോളിഡ്സിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 14.72 കിലോ ന്യൂട്ടൺ. അത്രയും വെയിറ്റ് ഓഫ് സോളിഡ്സ് ആണ് ഒരു എം ക്യൂബിൽ ഉണ്ടായിരുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായി. ഒരു എം ക്യൂബിൽ 14.72. 14.72. നമുക്ക് എത്ര വോളിയം ഒന്നും നമുക്ക് അറിയില്ല. അതാണ് നമ്മളോട് കാണാൻ പറഞ്ഞേക്കണേ. അല്ലെങ്കിൽ എത്ര സോയിലാ കുഴിച്ചെടുത്തത് കാണാൻ പറഞ്ഞേക്കണേ. ഓക്കെ, അല്ലെങ്കിൽ ആ ഫില്ല് ചെയ്യാൻ നമ്മളോട് ചോദിച്ചാൽ ഡിറ്റർമിൻ ദ വോളിയം ഓഫ് സോയിൽ റിക്വയർഡ് ടു ബി എക്സ്കവേറ്റഡ് ഫ്രം ബോത്ത് ഏരിയസ്. രണ്ടിൽ നിന്ന് നമ്മൾ കുഴിച്ചെടുത്ത് ഇതാണ്. ഇനി അടുത്ത ഹെഡിങ് കൊടുക്കുക, എംബാങ്ക്മെന്റ് എന്ന് കൊടുക്കുക. നമ്മൾ ഫില്ല് ചെയ്യാൻ യൂസ് ചെയ്ത് ഇൻ എംബാങ്ക്മെന്റ് ഹെഡിങ് കൊടുക്കുക. ഈ കുഴിച്ചെടുത്ത മണ്ണാണല്ലോ നമ്മൾ അവിടെ കൊണ്ടുപോയി ഫില്ല് ചെയ്യുന്നത്. അപ്പം എന്ത് ചെയ്യുക? ആ കുഴിച്ചെടുത്ത് ഒരു എം ക്യൂബ് കുഴിക്കാൻ നമുക്ക് എത്ര വെയിറ്റ് ഓഫ് സോളിഡ്സ് വേണ്ടി വന്നു? 14.72 കിലോ ന്യൂട്ടൺ ആണ് എയിൽ നമ്മൾ എടുത്തത്. ഇനി അതായത് ഒരു എം ക്യൂബിന്റെ വെയിറ്റ് ഓഫ് സോളിഡ് 14.72 കിലോ ന്യൂട്ടൺ. അത്രയും ഒരു എം ക്യൂബിന്റെ വെയിറ്റ് അത്രയേ ഉള്ളൂ അതിന്റെ meaning. അത്രേ ഉള്ളൂ. അതായത് നമ്മൾ ഓക്കെ. കുഴിച്ചെടുത്തത് ഒരു എം ക്യൂബ് വോളി ആണെങ്കിൽ അതിൽ വെയിറ്റ് ഓഫ് സോളിഡ് ഇത്ര ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക? എംബാങ്ക്മെന്റിൽ നമ്മൾ ഫില്ല് ചെയ്തെടുത്ത് എത്ര മാത്രം വെയിറ്റ് ഓഫ് സോളിഡ്സ് ഉണ്ടായിരുന്നു എന്ന് കണ്ടുപിടിക്കുക. ഇതിപ്പോ ഈ ഒരു എം ക്യൂബ് ഏത് ബോറോയിലായാലും ശരി, രണ്ട് ബോറോയില അല്ല, ഒന്ന് തന്നെയാണോ? 2 ബോറിലും വ്യത്യാസം വരുമല്ലോ. കാരണം അവിടുത്തെ വോയിഡ് റേഷ്യോ വാട്ടർ കണ്ടന്റും ഡിഫറെന്റ് അല്ലേ. ഇതിപ്പോ നമ്മള് കമ്പൈൻ മെറ്റീരിയലിന്റെ വെയിറ്റ് കണ്ടത് അല്ലേ? ഇനി നമ്മള് കാണാൻ പോണത് പ്ലേസ് ഇപ്പൊ ഈ കണ്ട 14.72 ഏതാണ്? എ എന്ന് പറഞ്ഞ 1 മീറ്റർ ഏരിയന്ന് ക്യൂബ്. കുഴിച്ചെടുത്തത് ബോറോ മെറ്റീരിയൽ, ബോറോ സോയിൽ ബോറോസോയില്. ബോറോ സോയിൽ രണ്ട് സ്ഥലത്തുനിന്ന് വന്നിട്ടുണ്ടല്ലോ. രണ്ടുണ്ട്. ഇപ്പൊ ഒരെണ്ണം മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. ഒരെണ്ണം കണ്ടുള്ളൂ. ഏഴ് കണ്ട. ഏടെയാണ് കണ്ടത്. ഇനി ആ ഏയിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഈ കുഴിച്ചെടുത്ത കുറച്ച് സോയിൽ കൊണ്ട് ഫില്ല് ചെയ്തല്ലോ. അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോണത്. അത് എംബാങ്ക്മെന്റ് ചെയ്തിട്ട് നമുക്ക് ബി ചെയ്യാം. അപ്പം ഇനി എംബാങ്ക്മെന്റിന് ഹെഡിങ് കൊടുക്കുക. ഈ കുഴിച്ചെടുത്ത സോയിൽ നമ്മൾ ഫില്ല് ചെയ്യാണ്ടോ. ആദ്യം ബോറോ ഏരിയ മാത്രം നമ്മൾ ഡീൽ ചെയ്യാണ്. അപ്പം ഏരിയ എയിന്ന് കുഴിച്ചെടുത്ത സോയിൽ അത് നമ്മൾ ഫില്ല് ചെയ്യാൻ കൊണ്ടുപോയി. ആ ഫില്ല് ചെയ്ത സോയിലില് എത്ര മാത്രം വെയിറ്റ് ഓഫ് സോളിഡ്സ് ഉണ്ടായിരുന്നു എന്ന് കണ്ടുപിടിക്കണം. ഫില്ല് ചെയ്ത സോയിൽ, എയിന്ന് കുഴിച്ചെടുത്തോണ്ട് പോയി ഫില്ല് ചെയ്ത സോയിൽ, ആ സോയിലിലും എത്ര മാത്രം വെയിറ്റ് ഓഫ് സോളിഡ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ അവിടുത്തെ ഡ്രൈ സോയിലിന്റെ വെയിറ്റ് എങ്ങനെ കാണാം?
ബൾക്ക് ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ബൾക്ക് വാട്ടർ ഡെൻസിറ്റി കണ്ടന്റും അറിയാം. അങ്ങനെയാണെങ്കിൽ ആ ഫില്ല് ചെയ്തതും എത്ര വെയിറ്റ് ഓഫ് ഡ്രൈ സോയിൽ കണ്ടുപിടിക്കണം. അപ്പൊ എഴുതുക ഡ്രൈ ഡെൻസിറ്റി റോ ഡി ഇസ് ഈക്വൽ ടു റോ ബൈ 1+W. ആ റോ നമുക്കറിയാം 2 ആയിരുന്നു. വാട്ടർ കണ്ടന്റ് എത്രയാണ്? 22% ആയിരുന്നു. അപ്പോൾ ഫില്ല് ചെയ്ത സോയിലിൻ്റെ ഡ്രൈ ഡെൻസിറ്റി കിട്ടും. മെഗാ ഗ്രാം പെർ ലിറ്റർ മെഗാ ഗ്രാം പെർ മീറ്റർ ക്യൂബ്. അതിനെ മാറ്റി എഴുതണേ. ഗ്രാം പെർ ലിറ്ററിലേക്ക് മില്ലി ലിറ്ററിലേക്ക് ആക്കാം. എന്തിലേക്ക് ആക്കാൻ പറഞ്ഞേ? ഗ്രാം പെർ മില്ലി ലിറ്റർ മോളിൽ ചെയ്ത പോലെ തന്നെ. എങ്ങനെ ആക്കണേ? ഈ ആൻസർ എത്ര കിട്ടിയേ? 1.639 മെഗാ ഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നാണോ കിട്ടിയേ? അതെ മിസ്സേ. ഇനി ഇതിനെ എന്ത് ചെയ്യണം? ഗ്രാം പെർ മീറ്റർ ക്യൂബിലേക്ക് ആക്കണം. എങ്ങനെ ആക്കും? 1.639 ഇൻറ്റു മെഗാ എന്ന് പറഞ്ഞാൽ 10⁶ ആണ്. ഈ മീറ്റർ ക്യൂബിനെ നമുക്ക് മില്ലി ലിറ്ററിലേക്കാണ് മാറ്റണ്ടേ. അപ്പം ലിറ്ററിലേക്ക് മാറ്റാൻ ഒരു 10⁻³ വരും. മില്ലി ലിറ്ററിലേക്ക് ആക്കാൻ വീണ്ടും ഒരു 10⁻³ ചെയ്യണം. അപ്പം ഈ 10⁻⁶ഉം ഇതും ക്യാൻസൽ ചെയ്യുമ്പോൾ ലാസ്റ്റ് എന്ത് വരും? 1.639 കിലോഗ്രാം പെർ മില്ലി ലിറ്റർ. സെയിം തന്നെ വരും. മെഗാ എന്ന് പറഞ്ഞാൽ 10⁻⁶. അതിനെ ഗ്രാമിലേക്ക് ആക്കായിരുന്നു ആക്കണ്ടേ. അപ്പോൾ 10⁻⁶ ഇട്ടപ്പോൾ തന്നെ എന്തായി? ഗ്രാം പെർ മീറ്റർ ക്യൂബായി. മീറ്റർ ക്യൂബിനെ ആദ്യം ലിറ്ററിലേക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻറ്റു 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ മില്ലി ലിറ്ററിലാക്കണമെങ്കിലോ വീണ്ടും ഇൻറ്റു 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അത് എന്താണ് ഡിനോമിനേറ്ററിലാണ് വരാം. അപ്പോൾ 10⁻⁶ താഴെയും വന്നു. ആ 10⁻⁶ മുകളിലത്തെ 10⁻⁶ ക്യാൻസൽ ചെയ്യും. ഫൈനൽ ആൻസർ 1.639 ഗ്രാം പെർ മില്ലി ലിറ്റർ. ഓക്കെ. ഇനി ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കുക? എംബാക്ക്മെൻറ്റിലെ സോയിലിൻ്റെ യൂണിറ്റ് ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കുക. എങ്ങനെ കാണാം? ഈ കിട്ടിയ 1.639 ഇൻറ്റു 10 ചെയ്യുക. റോ ഡി ഇൻറ്റു ജി ചെയ്തില്ലേ മുകളിൽ? അതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ 16.39 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. അതായത് നമ്മൾ എയിൽ നിന്ന് കുഴിച്ചെടുത്തിട്ട് ഫില്ല് ചെയ്യാൻ യൂസ് ചെയ്ത സോയിലിൻ്റെ യൂണിറ്റ് വെയിറ്റ്, ഡ്രൈ യൂണിറ്റ് വെയിറ്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ഓഫ് ഡ്രൈ സോയിൽ എഴുതിക്കോ. സോളിഡ്സ് ആണല്ലോ കാണുന്നത്. വെയിറ്റ് ഓഫ് ഡ്രൈ സോയിൽ പെർ മീറ്റർ ക്യൂബ്. ഒരു എം ക്യൂബിന് വേണ്ട സോളിഡ്സിൻ്റെ വെയിറ്റ് WS ഇസ് ഈക്വൽ ടു എന്ത് വരും? 16.39 ഇൻറ്റു 1 വിച്ച് ഇസ് ഈക്വൽ ടു 16.39 കിലോ ന്യൂട്ടൺ. ക്ലിയർ ആണോ? ഇപ്പം നമുക്ക് കിട്ടി എയിന്ന് കുഴിച്ചെടുത്ത സോയിൽ ഒരു എം ക്യൂബ് കുഴിച്ചെടുത്തപ്പം അതിലുണ്ടായിരുന്ന ഡ്രൈ സോയിലിൻ്റെ വെയിറ്റ് കിട്ടി 14.72 ആയിരുന്നു. അതേ
അതിൽ നിന്ന് കുഴിച്ചെടുത്ത സോയിൽ അവിടെ കൊണ്ടുപോയി ഫില്ല് ചെയ്തപ്പം ആ ഫില്ല് ചെയ്ത് എയിന്നെടുത്ത സോയിൽ മാത്രമാണ് അവിടെ ഫില്ല് ചെയ്തപ്പം ഒരു എം ക്യൂബിന് വേണ്ട വെയിറ്റ് ഓഫ് സോളിഡ് എന്ന് പറയുന്നത് 16.39 ആണ് വേണ്ടി വന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര വോളിയം കുഴിച്ചു എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഒരു എം ക്യൂബിന് വേണ്ടിയിട്ടുള്ള എന്താണ് വോളിയാണ് കിട്ടിയത്. വെയിറ്റ് അല്ലേ ഒരു എം ക്യൂബിന് വേണ്ട വെയിറ്റ് കിട്ടി. കുഴിച്ചെടുത്ത ഇതിൽ ഒരു എം ക്യൂബ് കുഴിച്ചപ്പം ഉണ്ടായ വെയിറ്റ് ഓഫ് സോളിഡ്സും ഒരു എം ക്യൂബ് ഫില്ല് ചെയ്തപ്പോൾ ഉള്ള വെയിറ്റ് ഓഫ് സോളിഡ്സും കിട്ടി. അങ്ങനെയാണെങ്കിൽ എത്ര വോളിയം സോയിൽ വേണ്ടി വന്നു? അത് രണ്ടും തമ്മിൽ മോളിൽ കണ്ടുപിടിച്ചതിന് റിലേഷനാണ്. ഇതെങ്ങനെ ചെയ്യാം? ഇത് തമ്മിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടും എന്താണ്? ഒരു എം ക്യൂബ് കുഴിച്ചപ്പോഴും ഒരു എം ക്യൂബ് ഫില്ല് ചെയ്യാനും എടുത്ത സോയിലിന്റെ വെയിറ്റ് ആണ്. ഡ്രൈ സോയിലിന്റെ വെയിറ്റ് ആണ്. ഫില്ല് ചെയ്തപ്പോഴും വോളിയം കൊണ്ടുവന്നത് കൂടുതലും ഫില്ല് ചെയ്യുമ്പോൾ കോമ്പാക്റ്റ് ആവുമല്ലോ അല്ലേ? ഈ രണ്ട് വെയിറ്റ് ആണ് നമുക്ക് ഇതിൽ കണ്ടുപിടിക്കാൻ പറ്റിയത്. ഈ വെയിറ്റ് വെച്ച് നമുക്ക് എങ്ങനെ വോളിയം കാണാം? അല്ലെങ്കിൽ എത്ര വോളിയം ഓഫ് സോയിൽ വേണ്ടി വന്നു? എയിന്ന് എത്രമാത്രം സോയിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി വന്നു? ഫില്ല് ചെയ്തതിന്റെ വെയിറ്റിനെ കൊണ്ടുവന്ന സോയിലിന്റെ വെയിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അപ്പൊ ഇത് ഫില്ല് ചെയ്തതിന്റെ വെയിറ്റ് കൂടുതലായിരിക്കുമല്ലോ കോമ്പാക്ട് ആകുമ്പോൾ അല്ലേ? അപ്പൊ കോമ്പാക്ട് വെയിറ്റിനെ ലൂസ് വെയിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അത് നോർമൽ ഒരു കൺസെപ്റ്റ് ആണല്ലോ. അത്രേ ഉള്ളൂ. അപ്പൊ ചെയ്താൽ മതി. താഴെ എഴുതാ. നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. നമുക്ക് ഫില്ല് ചെയ്യാൻ എടുത്ത സോയിൽ എന്ന് പറയുന്നത് എന്താണ്? കോമ്പാക്റ്റഡ് ആയിരിക്കും. മറ്റത് എന്താണ്? ലൂസാണ്. അപ്പൊ ഈ രണ്ട് വെയിറ്റും കിട്ടിയാൽ ആ രണ്ട് വെയിറ്റ് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വോളിയം കിട്ടും. അപ്പം വോളിയം ഓഫ് സോയിൽ റിക്വയർഡ് ഈക്വൽ ടു എന്ത് ചെയ്യുക? ഫില്ല് ചെയ്ത സാധനം 16.39 ഡിവൈഡഡ് ബൈ 14.72. അത് ചെയ്യുമ്പം എയിൽ നിന്ന് എത്ര വോളിയം സോയിൽ നമ്മൾ കുഴിച്ചെടുത്തു എന്ന് കിട്ടും. അത് മനസ്സിലായില്ല. ഈ 16.39 എന്ന് പറഞ്ഞ ഡ്രൈ സോയിലിന്റെ വെയിറ്റ് അല്ലേ? ആരായിരുന്നു ഇത്തിരി മുന്നേ സംസാരിച്ചേ? അത് ലിബു ഒന്ന് പറയോ? എങ്ങനെയാ മനസ്സിലാക്കി കൊടുക്കും? അതായത് നമ്മള് ഫില്ല് ചെയ്യുമ്പോ കോമ്പാക്ട് ചെയ്യും, സോയിൽ കോമ്പാക്ട് ആവുമല്ലോ. അപ്പൊ അതിന്റെ വെയിറ്റ് എപ്പോഴും ലൂസ് സോയിലിന്റെ കാര്യം കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ ഫില്ല് ചെയ്ത സോയിലിന്റെ വെയിറ്റ് കിട്ടിയിട്ടുണ്ട്, കൊണ്ടുവന്ന സോയിലിന്റെ വെയിറ്റ് ഉണ്ട്. അപ്പൊ അത് ഫില്ല് ചെയ്ത സോയിലിന്റെ കോമ്പാക്ട് സോയിലിനെ ലൂസ് സോയിൽ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആക്ച്വൽ വോളിയം കിട്ടും. റെക്കോർഡ് വോളിയം കിട്ടും. നമുക്ക് വേണ്ടി വന്ന ഒരു എം ക്യൂബ് കുഴിക്കാനും ഒരു എം ക്യൂബ് ഫില്ല് ചെയ്യാനും എടുത്തപ്പോ ഉള്ള സോയിലിന്റെ ഡ്രൈ ഇതൊക്കെ ഞങ്ങൾ സൈറ്റിൽ ചെയ്യുന്ന കാര്യങ്ങൾ, അതുകൊണ്ട് എനിക്ക് അറിയാവുന്ന. മനസ്സിലായി. ആ കിട്ടുന്ന വെയിറ്റ് എന്ന് പറയുന്നത് ഈക്വലൈസ്ഡ് ആണ്. എങ്ങനെയാണ്? ഒരു എം ക്യൂബിന്റെ വെയിറ്റ് ആണ് ഫില്ല് ചെയ്യാനെടുത്തതും കുഴിച്ചെടുത്തതും ഒരു എം ക്യൂബിന് വേണ്ട വെയിറ്റ് ഓഫ് സോളിഡ്സ് ആണ്. അപ്പൊ ഈ രണ്ട് വെയിറ്റും നമുക്കറിയാം. ഇപ്പം ശരിക്കും പറഞ്ഞ ലോജിക്കൽ അതിനകത്ത് യഥാർത്ഥ വശം ഇതാണ്. ഒരെണ്ണം ഹൈലി കോമ്പാക്റ്റഡ് ആണ്, മറ്റത് കുറച്ച് ലൂസാണ്. അപ്പൊ ഈ രണ്ട് സോയിലിന്റെയും വെയിറ്റ് നമുക്കറിയാം. വെയിറ്റ് അറിയാമെങ്കിൽ അതിന്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? ഈ രണ്ട് വെയിറ്റും തമ്മിൽ ഡിവൈഡ് ചെയ്യുക. അതായത് കോമ്പാക്ഷൻ എന്ന് പറയുമ്പോൾ കൂടുതൽ വെയിറ്റ് വേണ്ടി വന്നു, അപ്പൊ കൂടുതൽ വോളിയം ആയിരിക്കും സോയിൽ ഫില്ല് ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ സോയിൽ കൂടുതൽ വേണ്ടി വന്നു, അതാണ് അതിന് മീനിങ്. അപ്പൊ ആ സോയിലിന്റെ വെയിറ്റ് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി? കുറഞ്ഞ സോയിലിന്റെ വെയിറ്റ്, അതായത് കുഴിച്ചെടുത്ത് കിട്ടിയ സോയിലിന്റെ വെയിറ്റ് അത് എപ്പോഴും കുറവായിരിക്കും. ഈ രണ്ട് വെയിറ്റും ഒരു എം ക്യൂബിനുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി അത് ഡിവൈഡ് ചെയ്ത് ചെയ്യുന്നത്. ഇതൊരു ലോജിക്കൽ സെൻസ് ആണ്. ഇതിനി എങ്ങനെ ക്ലാരിഫൈ ചെയ്യും എന്നുള്ളത് എനിക്കൊരു പ്രശ്നമാണ്.
ഇത് വെയിറ്റ് ബാലൻസ് ചെയ്യാണ് ശരിക്കും. അങ്ങനെയാണ് ഈ ഡിവൈഡ് ചെയ്യുന്നത്. ഞാൻ പറയുമ്പോൾ ഇനി കോംപ്ലിക്കേറ്റഡ് ആവണ്ടല്ലോ എന്ന് ഓർത്താണ് ഞാൻ പറഞ്ഞോളാൻ പറഞ്ഞത്. രണ്ടും വെയിറ്റ് ഇട്ട് കഴിയുമ്പോൾ വോളിയായി മാറിയതാ, കൺഫ്യൂഷൻ ആയി പോയത്. രണ്ടും വെയിറ്റ് എന്നതിനേക്കാൾ ഉപരി എന്താണ്, രണ്ടും ഒരു എം ക്യൂബിന് വേണ്ടി വന്ന രണ്ട് കണ്ടീഷനിലെ സോയിലിന്റെ വെയിറ്റ് ആണ്. സാറേ ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മള് ഒരു മീറ്റർ ക്യൂബ് കോമ്പാക്ട് സോയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ലൂസ് സോയിൽ വേണമല്ലോ. അപ്പൊ ലൂസ് സോയിലിന്റെ വെയിറ്റ് ഉണ്ട്, കോമ്പാക്ട് സോയിലിന്റെ വെയിറ്റ് ഉണ്ട്. അത് തമ്മിൽ റിലേഷൻ ആയിരിക്കുമല്ലോ. ഒറിജിനൽ എത്ര ബോറോ മീറ്റർ ക്യൂബോ അല്ലെങ്കിൽ എത്ര വെഹിക്കിൾ കൊടുക്കുന്നു എന്നൊക്കെ, അതൊക്കെ സാധാരണ സൈറ്റിൽ മാസ് ഫില്ലിങ് വരുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഞങ്ങള്. ഞാൻ പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇനിഷ്യലി ഒരു ഇത് സ്പെസിഫിക് ഗ്രാവിറ്റി പറഞ്ഞപ്പോൾ എനിക്ക് അത് നല്ലതാണെന്ന് തോന്നി. പക്ഷെ അത് ഇതിനകത്ത് ഇപ്പൊ ആപ്ലിക്കബിൾ ആയിട്ട് കണ്ടില്ല. അത് ഇതിനകത്ത് ഡിഫറെന്റ് അല്ല, എല്ലായിടത്തും ഒരേ സ്പെസിഫിക് ഗ്രാവിറ്റി. പക്ഷെ രണ്ട് സോയിലിന് രണ്ട് ബോറോയുടെയും സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ട് ഞങ്ങളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ രണ്ട് ബോറോയുടെയും സ്പെസിഫിക് ഗ്രാവിറ്റി ഉണ്ടെങ്കിൽ ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ അല്ല, ശരിക്കും രണ്ട് ബോറോ ചെയ്യുന്ന സോയിലിനും ഡിഫറെന്റ് ആകാം. ഒരു ഡിഫറെന്റ് ആയിരിക്കും. ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴൊക്കെ ഡിഫറെന്റ് നമ്മൾ ഈ ആയിരിക്കും. പറഞ്ഞ പോലെ കൊണ്ടുപോയി ഫില്ല് ചെയ്യുമ്പോഴും അതിന്റെ ഇത് വെച്ചിട്ട് നമുക്ക് സ്പെസിഫിക് ഇതൊക്കെ ഇവിടെ ഗ്രാവിറ്റി ഞങ്ങൾ ആപ്ലിക്കേഷനിൽ വരുന്ന കാര്യങ്ങളെ പഠിപ്പിച്ചാൽ എനിക്കത് പെട്ടെന്ന് ഇതിങ്ങനെ കണ്ടപ്പോൾ നല്ലൊരു ഐഡിയ ഉള്ളതെന്ന് തോന്നി. പക്ഷെ അത് ഒന്നുകൂടെ നോക്കട്ടെ, അപ്പൊ മനസ്സിലാവും. രണ്ട് സ്പെസിഫിക് ഗ്രാവിറ്റി ഉണ്ടെങ്കിൽ ചിലപ്പോൾ പറ്റും. ഇത് എത്ര കിട്ടി വോളിയം? എന്റെ ഒരു അവർ തീർന്നു. ഞാൻ ഒരു പ്രോബ്ലോടെ തീർക്കാതെ ഓർത്തോണ്ടിരുന്നായിരുന്നു. 1.11 എം ക്യൂബ്. ഇനി ഇതേപോലെ തന്നെ 1.11 എം ക്യൂബ് ആണ്. ഇനി ഇതിന് വേണ്ടി കോസ്റ്റ് എത്രയായി അതും കൂടെ കാണാം. എക്കണോമിക്കൽ ആണോ എന്ന് ചെക്ക് ചെയ്യണമല്ലോ. അപ്പൊ നമുക്ക് കോസ്റ്റും കൂടെ കണ്ടുപോയ എളുപ്പമുണ്ട്. കോസ്റ്റ് ഓഫ് എക്സ്കവേഷൻ എങ്ങനെ ചെയ്യാം? 100 എം ക്യൂബ് കുഴിക്കാൻ 220 രൂപയായിരുന്നു. ₹200. അപ്പം 1.11 എം ക്യൂബ് കുഴിക്കാൻ എത്ര വരും? 200/100 ഇൻറ്റു 1.11. അപ്പം കോസ്റ്റ് കിട്ടും. ഇതേപോലെ തന്നെ ബോറോ ഏരിയ ബിയും ചെയ്യുക, എന്നിട്ട് വോളിയം കണ്ടുപിടിക്കുക, കോസ്റ്റും കാൽക്കുലേറ്റ് ചെയ്യുക. പക്ഷെ ഇപ്പോൾ ഉള്ളത് ഒത്തിരി ടെസ്റ്റ് ഉണ്ടാകുന്ന മിസ്സേ, അതുകൊണ്ടാണ് മനസ്സിലാവാതെ. അത് ട്വിസ്റ്റ് എന്ന് ചിന്തിക്കണേ എന്തുകൊണ്ടാണെന്നറിയോ? സൈറ്റിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇത് കാണുമ്പോൾ കുറച്ച് ദഹിക്കില്ല. കാരണം സ്പെസിഫിക് ഗ്രാവിറ്റി സെയിം, പല തന്നിരിക്കുന്ന ഡേറ്റാസും എല്ലാം ഒരുപോലെ. നമുക്ക് ഒരിക്കലും ആക്ച്വൽ കണ്ടീഷനിൽ ഇങ്ങനെ കിട്ടൂല. അതാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ. നമ്മൾ പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ സുഖാ, കാരണം അവർക്ക് സൈറ്റിൽ എക്സ്പീരിയൻസ് കുറവല്ലേ. അപ്പൊ നമുക്ക് ഇതിങ്ങനെ ഒരുമിച്ചാണെന്ന് ചിന്തിക്കാം. അല്ലെങ്കിൽ കുറച്ചും കൂടെ പിള്ളേര് ചിന്തിക്കാൻ കഴിവുള്ള പിള്ളേരാണെങ്കിൽ നമ്മളോട് ചോദിക്കും, ഇങ്ങനെ ഒരുമിച്ച് കിട്ടില്ലല്ലോ മിസ്സേ, വ്യത്യാസം വരില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്, ഇല്ലെന്നല്ല. അത് ഡിപ്പെൻസ്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ബോറോ ഏരിയ ബിയും കാണുക, കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കംപ്ലീറ്റ് ആക്കുവോ? എല്ലാരും ഉറങ്ങുവാണോ എന്തോ? ആ കൂടി 2 പേര് മാത്രമേ ഉണ്ടുള്ളൂ. ബാക്കിയുള്ളവർ എന്താ റിയാക്ഷൻ എനിക്ക് ഒരു പിടിയും കിട്ടണില്ല. എല്ലാരും കേൾക്കുന്നുണ്ടോന്നല്ല ഞാൻ ചോദിക്കണേ, എല്ലാവർക്കും മനസ്സിലാകണുണ്ടോ? ഇനി ഇത് കൂടുതൽ എനിക്ക് പ്രോബ്ലംസ് ചെയ്യിക്കാനും പറ്റില്ല. കാരണം ചെയ്യിച്ചോണ്ടിരുന്ന ഇഷ്ടം പോലെ ഉണ്ട്, പോർഷനും തീരണ്ടേ. അപ്പൊ ഇത് ചെയ്തിട്ട് എന്തായാലും വരണം. ബുധനാഴ്ചത്തെ ക്ലാസ്സിൽ വരുമ്പം ഇതിന്റെ ബി ചെയ്യണം. ഞാൻ ഒരു 2 മിനിറ്റോടെ എടുക്കാണ്. ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, ഇതേപോലത്തെ സിമിലർ ക്വസ്റ്റ്യൻ ആണ് തൊട്ട് താഴെയുള്ളത്. അത് തനിയെ വർക്കൗട്ട് ചെയ്തിട്ട് വരണം. ഒരാളെങ്കിലും വർക്കൗട്ട് ചെയ്തിട്ട് വന്നാൽ ഞാൻ ഇവിടെ വെച്ചത് സ്റ്റോപ്പ് ചെയ്യും. ഞാൻ ജസ്റ്റ് കാര്യം എന്താന്ന് പറഞ്ഞു പോകും. സിമിലർ പ്രോബ്ലം ആണ് ചോദിച്ചിരിക്കുന്നത്, വേറൊരു കാര്യമാണ്, ഏകദേശം സിമിലർ ഉള്ള പ്രോബ്ലം ആണ്. ഈ കൺസെപ്റ്റ് ബോറോ ഏരിയ എ ചെയ്ത് മനസ്സിലായി എങ്കിൽ അതേപോലെ ബോറോ ഏരിയ ബി ചെയ്ത് ആ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യുക. താഴെ ലാസ്റ്റ് ഒരു പ്രോബ്ലം കൂടെ ഉണ്ട്. ഈ പ്രോബ്ലം തൊട്ട് മുകളിലത്തെ പ്രോബ്ലം പോലെ തന്നെ സിമിലർ ആണ്. അത് തനിയെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഞാൻ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ജസ്റ്റ് ഇത്രയും ടൈം എടുക്കില്ലായിരിക്കും, പക്ഷെ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ വൈൻഡ് ചെയ്യും. കാരണം പോർഷൻ തീർക്കണം. ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്യിച്ചു. ഇനി എക്സ്ട്രാ ക്ലാസ് ഒക്കെ കിട്ടുവാണെങ്കിൽ ഞാൻ
ലാസ്റ്റ് പോർഷൻ തീർന്നിട്ട് പഠിപ്പിക്കാം കുറേ പ്രോബ്ലം. അപ്പോൾ ഇത്രയും പ്രോബ്ലം എങ്കിലും ചെയ്യിച്ചാലാണല്ലോ ഈ ഒരു സെക്ഷൻ ഓക്കെ ആവുള്ളൂ എന്ന് ഓർത്താണ് ഇത്രയും പ്രോബ്ലം ചെയ്യിച്ചത്. അപ്പോൾ ദയവ് ഇത് ചെയ്തിട്ട് വരണം. ഓക്കെ, അറ്റൻഡൻസും കൂടെ ഒന്ന് പറഞ്ഞേക്കോ.